മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. മൂന്നാം തവണയാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ആസാദ് മൈതാനിയിലെ ചടങ്ങിൽ പങ്കെടുത്തു. देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा मुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. मी एकनाथ गंगूबाई संभाजी शिंदे ईश्वर साक्ष शपथ घेतो की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व सत्सद विवेक बुद्धीने पार पाडीन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निष्पक्षपातीपणे तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता न्याय्य वागणूक देईन. मी अजित आशाताई अनंतराव पवार गांभीर्यपूर्वक प्रतिज्ञा करतो की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व सद विवेक बुद्धीने पार पाडीन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी महत्वभाव किंवा आकस न बाळगता न्याय वागणूक देईन. मी अजित आशाताई अनंतराव पवार गांभीर्यपूर्वक प्रतिज्ञा करतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणती बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, സത്യപ്രതിജ്ഞാ ചടങ്ങ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി, രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഷിൻഡെയും അജിത് പവാറും പങ്കെടുത്തത്, പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടക്കം വലിയ നിര. വിവരങ്ങൾ. കൃഷ്ണരാജ്, ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹം 3-ാം തവണയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. 2014 ആദ്യമായി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. അതിനുശേഷം പിന്നീട് 2019 ജനഹിതം അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരണം എന്നത് തന്നെയായിരുന്നുവെങ്കിലും ശിവസേന പാലം വലിച്ച് കോൺഗ്രസിനൊപ്പം സർക്കാർ രൂപീകരിച്ച പശ്ചാത്തലത്തിൽ ഫട്നാവിസിന് ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും അദ്ദേഹം ഒരു ഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ 2029 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്ക് മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ പദവിയിൽ എത്തിയിട്ടുള്ള ഏക വ്യക്തി കൂടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന്റെ ആ ശോഭ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചടങ്ങാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിൽ അല്പസമയത്തിന് മുൻപ് നടന്നത്. എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസിന് ശേഷം
ശിവസേനയിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം കെയർടേക്കർ ചീഫ് മിനിസ്റ്ററായി തുടരുകയായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏക്നാഥ് ഷിൻഡെ തന്നെ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. അജിത് പവാറിന്റെ NCPയിൽ നിന്നും അജിത് പവാർ തന്നെയാണ് ആ പദവി കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമെന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞതാണ്. അതിനാൽ അതിൽ കാര്യമായ ട്വിസ്റ്റുകൾ ഒന്നും തന്നെ സംഭവിക്കാൻ ഇല്ലായിരുന്നു. എന്തായാലും 3 പ്രമുഖ വ്യക്തികൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് വിശാലമായ സംസ്ഥാനമാണ്. അതിനാൽ നിരവധി മന്ത്രിമാർ ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. ആ ചടങ്ങുകൾ ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെയോ ആയി നടക്കും. ഒരുപാട് മന്ത്രിമാർ ഉള്ളതിനാലാണ് ഇന്നിപ്പോൾ ഈ ചടങ്ങ് ഒരുപാട് നേരം വൈകിപ്പിക്കേണ്ട എന്ന സാഹചര്യത്തിൽ 3 പ്രമുഖ വ്യക്തികളുടെ സത്യപ്രതിജ്ഞ മാത്രമായി ചുരുക്കിയത്. കൃഷ്ണരാജ്. ഗൗതം, വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ, നിതീഷ് കുമാറിന്റെ സാന്നിധ്യം, സദസ്സിനെ കുറിച്ചുകൂടി. കൃഷ്ണരാജ്, മുംബൈയുടെ വളരെ വിശാലമായ ഒരു സദസ്സ് നമുക്കറിയാം. ബോളിവുഡിന്റെ കേന്ദ്രം, ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രം എന്ന് പറയുന്നത് മുംബൈയാണ്. ഒപ്പം ഭാരതം എന്ന ഈ വിശാലമായ സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നത് മുംബൈയാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന കായിക താരങ്ങളുടെ ഇഷ്ടവിനോദമായ ക്രിക്കറ്റിന്റെ ഈറ്റില്ലം എന്നത് മുംബൈയാണ്. അങ്ങനെ മുംബൈയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തിനും അതോടൊപ്പം തന്നെ മുംബൈയുടെ ക്രിക്കറ്റിനും അതുപോലെ തന്നെ സിനിമാ മേഖലയ്ക്കുമൊക്കെ വളരെയധികം ചരിത്രമുള്ളതാണ്. ആ മേഖലയുടെയൊക്കെ പ്രതിനിധികൾ നിരവധി പേർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ബോളിവുഡിൽ നിന്നും ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ താരങ്ങളെയും നമുക്ക് കാണാമായിരുന്നു. ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറും പത്നി അഞ്ജലിയും എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുൻ താരങ്ങൾ പലരും പങ്കെടുത്തു. ഒപ്പം അംബാനിയുടെ മക്കൾ ഉൾപ്പെടെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടെത്തി. അങ്ങനെ സിനിമ, അതോടൊപ്പം തന്നെ സാംസ്കാരികം, ക്രിക്കറ്റ്, അതുപോലെ തന്നെ വാണിജ്യ വ്യവസായം തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുടെ നീണ്ട നിരയും ഇന്നത്തെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ശോഭ വർദ്ധിപ്പിച്ചു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും ചടങ്ങ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആളുകൾ തിരികെ മടങ്ങുകയാണ്. ഒപ്പം സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തം കൂടി എടുത്തു പറയേണ്ടതാണ്. മുംബൈ നഗരത്തിലേക്ക് മുംബൈ നിവാസികൾ മാത്രമല്ല, മറാഠയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കാര്യകർത്താക്കൾ എത്തിയിരിക്കുന്നു. BJPയുടെ മാത്രമല്ല, ശിവസേനയുടെയും അതുപോലെ തന്നെ NCPയുടെയും ഒക്കെ ധാരാളം പ്രവർത്തകർ ഈ മഹാരാഷ്ട്ര പോലെ ഒരു വലിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ട്രെയിനിലും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളിലൊക്കെയായി ഇന്നലെ രാത്രി തന്നെ മുംബൈ നഗരത്തിലേക്ക് എത്തിയിരുന്നു. പലർക്കും ഈ ആസാദ് മൈതാനിയിലേക്ക് എത്താൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ മൈതാനം നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനാൽ ഇടം കിട്ടാത്ത ആളുകൾ അവർ അസംതൃപ്തരല്ല. അവർക്ക് ഈ ചടങ്ങ് കാണുന്നതിനായി വലിയ സ്ക്രീനുകൾ മുംബൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരുന്നു. അതിനാൽ മുംബൈയിൽ എത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ അഭിലാഷം. അവരെല്ലാം മുംബൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആഘോഷത്തിന്റെ ഭാഗമാവുകയും ഒപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ സ്ക്രീനുകളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും BJPയുടെ 13 മുഖ്യമന്ത്രിമാർ, ദേവേന്ദ്ര ഫഡ്നാവിസുടെ കൂട്ടുമ്പോൾ BJPക്ക് 14 മുഖ്യമന്ത്രിമാരുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് ഇന്ന് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയായിരുന്നു, അത് കൂട്ടാതെ 13 BJP മുഖ്യമന്ത്രിമാരുണ്ട്. അതോടൊപ്പം NDAയുടെ മുഖ്യമന്ത്രിമാർ, ബീഹാറിൽ നിന്നും നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിൽ നിന്നും ചന്ദ്രബാബു നായിഡുവും ഉൾപ്പെടെ അങ്ങനെ NDAയുടെ 19 മുഖ്യമന്ത്രിമാരും ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമായി. അതായത് BJPയുടെയും NDAയുടെയും ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇന്നിപ്പോൾ മുംബൈയിൽ നടന്നത്. കൃഷ്ണരാജ്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. ഇത് 3-ാം വട്ടമാണ് ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കം പ്രമുഖർ പങ്കെടുത്തു. സിനിമാ രംഗത്തെ പ്രമുഖർ, കായിക രംഗത്തെ പ്രമുഖർ അടക്കം നിരവധി പേർ, പൊതുജനങ്ങൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.